ம். அனைவருக்கும் வணக்கம். கேரளாவுக்கு வந்து 8 வருஷம் ஆச்சு. இது வரைக்குமே இந்த மாதிரி பிரச்சனையை பார்த்ததே கிடையாது. என்ன அப்படின்னா வந்துட்டு பவர் கட்டு அடிக்கடி இப்ப எல்லாம் பவர் கட் ஆகிக்கிட்டே இருக்குது. 8 வருஷத்துல இந்த மாதிரி ஒரு பவர் கட்டு நான் பார்த்ததே கிடையாது. இந்த மாதிரி கை குழந்தை வச்சிருக்கவங்க எல்லாம் என்ன பண்ணுவோம் நாங்க? நைட்டு 11 மணி ஆனாலும் பவர் கட் ஆகுது, 12 மணிக்கு பவர் கட் ஆகுது, காலையில ஒரு 10 தடவையாவது பவர் கட் ஆகுது. நிறைய இன்ஃப்ளூயன்சர்ஸ் இருக்கீங்க, நிறைய மக்கள் இருக்கீங்க, இத பத்தி யாருமே ஏன் பேச மாட்டேங்கிறீங்க? இவ்வளவு பவர் கட் ஆகுது. இப்ப நான் இந்த வீடியோ எடுக்கிறது கூட என்னோட கேமராவோட லைட்ல இருந்து தான் நான் எடுத்துக்கிட்டு இருக்கேன். பவர் கட் அப்படிங்கறதுனால குழந்தைங்க எல்லாம் தூங்கல. சோ கேரளா கவர்மெண்ட், கேரளா சிஎம் வந்து இதுக்கு ஒரு சொல்யூஷன் எங்களுக்கு வந்து கொடுத்தே ஆகும். முடிஞ்ச அளவுக்கு இந்த வீடியோவை ஷேர் பண்ணுங்க. தேங்க்யூ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷ കാലയളവ് കേരളം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഭരിച്ചിരുന്ന കാലയളവിൽ കേരളത്തിൽ പവർ കട്ട് എന്ന് പറയുന്നത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമായിരുന്നു. എന്നാൽ UDF എന്ന് പറയുന്ന മുന്നണി കേരളത്തിൽ അധികാരത്തിലേറിയ അന്നു മുതൽ ഇന്ന് വരെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പവർ കട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. സോ പിണറായി വിജയൻ ഭരിച്ച കാലയളവിൽ ചെറിയ രീതിക്കൊക്കെ പവർ കട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു മനുഷ്യജീവൻ പോലും നഷ്ടമായിട്ടില്ലായിരുന്നു. പക്ഷേ കേരളത്തിന്റെ ചിരിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന്റെ സർക്കാർ അധികാരത്തിലേറിയ അന്ന് മുതൽ ഇന്ന് വരെ നടന്ന പവർ കട്ടിനെ തുടർന്ന് കേരളത്തിൽ 2 മനുഷ്യ ജീവനുകളാണ് നഷ്ടമായത്. കേരളത്തിൽ ഒരു ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ ആഗ്രഹിച്ച ജനങ്ങൾ ഇന്ന് ഒരു നേരം കൃത്യമായിട്ട് വൈദ്യുതി ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇന്ന് 2 മരണങ്ങളാണ് പവർ കട്ടിനെ തുടർന്ന് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഒന്ന് സംഭവിച്ചിരിക്കുന്നത് എളമക്കരയിലാണ്. എറണാകുളം ജില്ലയിലെ എളമക്കരയിൽ മറിയം പൈലി എന്ന് പറയുന്ന 71 വയസ്സുള്ള വയോധിക മെഴുകുതിരി കത്തിക്കുന്നതിനിടയിൽ അത് മറിഞ്ഞു വീണ് ദേഹത്തേക്ക് തീ പടർന്നതിനെ തുടർന്ന് കഴിഞ്ഞ 13-ാം തീയതി മുതൽ ചികിത്സയിലായിരുന്നു. ഇന്ന് ആ അമ്മയുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കെന്തായാലും അതുമായി ബന്ധപ്പെട്ട വാർത്ത ഒന്ന് കണ്ടു നോക്കാം. വലിയ സങ്കടകരമായ വാർത്തയാണ്. ഈ 13-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 13-ാം തീയതി വൈകിട്ട് എറണാകുളം എളമക്കര സ്വദേശിയായിട്ടുള്ള ഈ മറിയം പൈലി എന്ന സ്ത്രീ, അവർക്ക് 71 വയസ്സാണ്, വയോധികയാണ്, ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയുണ്ട്. രാത്രി പവർ കട്ട് ഉണ്ടായപ്പോൾ മെഴുകുതിരി കത്തിക്കാൻ ശ്രമിച്ചതായിരുന്നു. അതിനിടെ ഈ മെഴുകുതിരി മറിഞ്ഞ് ഇവരുടെ ശരീരത്തിലേക്ക് വീണു. അങ്ങനെ വസ്ത്രത്തിൽ തീ പടർന്ന് ഇവർക്ക് പൊള്ളലേൽക്കുകയായിരുന്നു. ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. സമീപത്തെ താമസിക്കുന്ന ആളുകളാണ് ശബ്ദം കേട്ട് ഓടിയെത്തിയവരെ രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു. 40% ഇവർക്ക് പൊള്ളലേറ്റിരുന്നു. അതിനുശേഷമാണ് ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അവിടെ എത്തിയുള്ള ചികിത്സയ്ക്കിടെയാണ് അവർ ഒടുവിൽ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വലിയ ദാരുണമായ സംഭവമാണ്. ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഇവർക്ക് വലിയ രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഈ വലിയ രീതിയിൽ ഈ മെഴുകുതിരി ശരീരത്തിലേക്ക് മറിഞ്ഞു വീണ സാഹചര്യത്തിൽ പെട്ടെന്ന് ഓടി മാറാനും മറ്റും കഴിയാതെ വന്നത്. അങ്ങനെ തീ പടർന്നാണ് അതിദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അവരുടെ സംസ്കാരം ഉൾപ്പെടെ ഇന്ന് വൈകിട്ട് നടക്കുമെന്നുള്ളതാണ്. ഇവർക്ക് മറ്റ് ബന്ധുക്കളൊന്നും അധികമായി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ തന്നെ ചേർന്നുകൊണ്ടാണ് സംസ്കാരത്തിലൊക്കെ തന്നെയുള്ള നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് ഇവരുടെ സംസ്കാരം ഉണ്ടാവുക. സോ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ഇതിന്റെ താഴെ ഓടി വന്നിടാൻ സാധ്യതയുള്ള ഒരു കമന്റ് ഞാനിപ്പോൾ പറയാം. കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾക്ക് യാതൊന്നും പറയാനില്ലായിരുന്നു എന്ന്. അതിനുള്ള മറുപടിയാണ് ഞാൻ തുടക്കത്തിൽ വെച്ച ആ ഒരു വീഡിയോ. കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് കേരളത്തിൽ ജീവിക്കുന്ന ഒരു തമിഴ് ഫാമിലിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഡിയോ ആണത്. അവർ പറയുന്നത് കഴിഞ്ഞ 8 വർഷ കാലയളവിൽ കേരളത്തിൽ പവർ കട്ട് എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല. പക്ഷെ UDF എന്ന് പറയുന്ന മുന്നണി അധികാരത്തിലേറിയ അന്ന് മുതൽ ഇന്ന് വരെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരാണ് പരാജയപ്പെട്ടത്? LDF ഗവൺമെന്റ് അല്ലല്ലോ, ഈ പറഞ്ഞ UDF ഗവൺമെന്റ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ ഗവൺമെന്റിനെ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റാനുള്ള അവകാശമുള്ള ജനങ്ങൾക്ക് ആ ഗവൺമെന്റിന്റെ പ്രവർത്തനം മോശമാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം കൂടി ഉണ്ട്. ഞങ്ങളുടെ വോട്ട് മാത്രം പോരാ, ഞങ്ങൾ പറയുന്ന അഭിപ്രായം കൂടി മാനിക്കാണ്ട് നിങ്ങൾ പഠിക്കണം. അത് മാനിക്കാത്ത ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നു നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക്. അദ്ദേഹത്തിന് ധാർഷ്ട്യമായിരുന്നു. ആ ധാർഷ്ട്യം നല്ല രീതിക്ക് അദ്ദേഹത്തിന്റെ പ്രതിയോഗികൾ മുതലെടുത്തു. അതിന്റെ ഫലമാണ് ഇന്ന് വെറും 35 സീറ്റോടുകൂടി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കേണ്ട അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത്. എന്നാൽ 102 സീറ്റുകളോടെ കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിലേക്കിയ ബഹുമാനപ്പെട്ട VD സതീശ, ഞങ്ങൾ ചോദിക്കുന്നത് ഹൈടെക് സിറ്റി ഒന്നുമല്ല, പ്രോപ്പറായിട്ട് വൈദ്യുതി അത് നൽകാണ്ട് തയ്യാറാവണം. ഇനി മറ്റൊരു മരണ വാർത്തയും കൂടി ഉണ്ട് പാലക്കാട് ജില്ലയിൽ നിന്ന്. അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം.
ഇന്നലെ രാത്രി 12 മണിയോടെയാണ് പാലക്കാട് നഗരത്തിലുള്ള സിവിൽ നഗർ ഭാഗത്ത് പവർ കട്ട് ഉണ്ടായത്. കറണ്ട് പോയതോടെ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അത്യാസന്ന നിലയിൽ കഴിയുന്ന എം കൃഷ്ണന് നൽകിയിരുന്ന ഓക്സിജൻ സംവിധാനം നിലച്ചു. ഇതോടെ രോഗിയുടെ പൾസ് കുറഞ്ഞു. KSEB ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ വീട്ടിൽ ഇൻവെർട്ടർ ഇല്ലേ എന്നുള്ള അലംഭാവമായ മറുപടിയാണ് ലഭിച്ചതെന്നും പാലിയേറ്റീവ് നഴ്സ് ചിത്ര അഭയ്. ഇന്നലെ 7 മണിക്ക് കറണ്ട് പോയി. അപ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ കറണ്ട് വന്നപ്പോൾ നമുക്ക് പേഷ്യൻറ്റിനെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ഉണ്ട്. പക്ഷേ 12 മണിക്ക് കറണ്ട് പോകുന്നത് നമുക്കറിയത്തില്ലല്ലോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേർ KSEBയിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളൊരു ഇൻവേർട്ടർ മേടിച്ച് വെക്കും, അല്ലാതെ ഇതിന് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് 3 പെണ്ണുങ്ങളാണ് ആ വീട്ടിലുള്ളത്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നോ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ എന്നൊരു രീതിയിൽ തന്നെ പേഷ്യൻ്റ് അസുഖക്കാരൻ തന്നെയാണ്. കറണ്ട് വരുന്നത് വരെ പേഷ്യൻ്റ് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. 12 ആകുമ്പോഴത്തേക്കും കറണ്ട് വന്നു. പക്ഷേ അതിൽ നിന്ന് പേഷ്യൻറ്റിന് റിക്കവർ ആവാൻ ബുദ്ധിമുട്ടി. ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്കും പേഷ്യൻ്റ് ഡെത്തായി. സോ ഇതാണ് പാലക്കാട് നിന്ന് വന്നിരിക്കുന്ന വാർത്ത. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു പവർ കട്ട് മൂലം നമ്മുടെ സംസ്ഥാനത്ത് ഓരോരുത്തരും അനുഭവിക്കുന്ന ദുരന്തങ്ങൾ എത്രത്തോളം വലുതാണെന്ന്. 2 ജീവനുകൾ നഷ്ടമായി. അമ്മമാർ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വീടിന്റെ മുറ്റത്തിറങ്ങി നിൽക്കേണ്ട അവസ്ഥ ഒന്ന് ആലോചിക്കുക. രാത്രി 10-12 മണിക്ക് കറണ്ട് പോകുന്നു. ആ ടൈമിൽ അമ്മമാർ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വീടിന്റെ വെളിയിൽ ഇറങ്ങി നിൽക്കുന്നു. എന്തൊരു ദുരന്തമാണിത്, എന്തൊരു ദുരവസ്ഥയാണിത്. ശരിക്കും പറഞ്ഞ എന്റെ പൊന്നു മുഖ്യമന്ത്രി, കഴിവില്ലെങ്കിൽ ഇട്ടേച്ചിറങ്ങിപ്പോവും. അത് മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനെ മനുഷ്യനെ ദ്രോഹിക്കരുത്. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ എനിക്ക് കുറേ തെറിവിളി കേൾക്കും, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. അത്രത്തോളം ഉണ്ട്. ഈ 2 ജീവനുകൾ, ആ 2 ജീവനുകൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒറ്റ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഈ 2 ജീവനുകൾ നഷ്ടമായത്. അതിലൊരാൾ രോഗിയാണ്, സമ്മതിച്ചു. ഇന്നോ നാളെയോ അദ്ദേഹത്തിന് മരണം സംഭവിച്ചേക്കായിരുന്നു. പക്ഷേ കൃത്യമായിട്ട് ശ്വാസം ലഭിക്കാതെ, അതും ഈ പവർ കട്ടിന്റെ സമയത്ത് ആ മെഷീൻ പ്രവർത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായി. ഇതിനെയൊക്കെ നിങ്ങൾ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അപ്പോൾ ശരിയാണ്, ബൈ.